പാതിവില തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന തുടരുകയാണ്. പ്രധാന പ്രതികളിൽ ഒരാൾ എന്ന് സംശയിക്കുന്ന സായി ഗ്രാമം ആനന്ദകുമാറിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള വീട്ടിലും ഇഡി റെയ്ഡ് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ചന്തു എസ് നായർ. രാവിലെ മുതൽ ആരംഭിച്ച റെയ്ഡ്, ഇഡിയുടെ റെയ്ഡ് 12 ഇടങ്ങളിലും പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 4 ഇടങ്ങളിലും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. പ്രധാനമായും അത് അന്വേഷിക്കുന്നത് ആനന്ദകുമാറിന്റെ പങ്കാളിത്തം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് അന്വേഷിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ ഏകദേശം സംശയമായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ ആനന്ദകുമാറിന്റെ പങ്കാളിത്തം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അത് അനന്തകൃഷ്ണനും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത്, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഏകദേശം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള അറിവാണ് നമുക്ക് ആദ്യം ലഭിച്ചത്. ഇപ്പോൾ ഇഡിയും അത് തന്നെയാണ് ശരിവെക്കുന്നത്. പ്രധാനമായും ഇക്കാര്യത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ, കള്ളപ്പണം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യവും ഇഡി പരിശോധിക്കുന്നുണ്ട്. 4 ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്, എന്റെ തൊട്ട് ബാക്കിൽ കാണുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. അതിനോടൊപ്പം തന്നെ സായിഗ്രാമിന്റെ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തൊട്ടിപ്പുറത്തുള്ള അവിടെ നടക്കുന്നുണ്ട്. കിഴക്കോട്ടയിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസിലും അന്വേഷണം നടക്കുന്നുണ്ട്, പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തോന്നയ്ക്കലുള്ള സായി ആശ്രമത്തിലും. അങ്ങനെ 4 ഇടങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു. അതായത് 21 അക്കൗണ്ടുകൾ വഴിയാണ് ഈ പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണനും മറ്റുള്ളവരും ക്രയവിക്രയം നടത്തിയിട്ടുള്ളതും പണം സ്വരൂപിച്ചിട്ടുള്ളതും. അത് എത്രമാത്രം കിട്ടിയെന്നുള്ളതും എങ്ങോട്ടൊക്കെയാണ് ആ പണം പോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലാണ് ഇഡി പ്രധാനമായി അന്വേഷിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ, പണം കിട്ടിയ കാര്യങ്ങൾ കള്ളപ്പണ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹം, അതായത് ആനന്ദ്കുമാർ, ഓണറേറിയം എല്ലാ മാസവും 10 ലക്ഷം രൂപ വെച്ച് ആനന്ദകുമാറിൽ നിന്നും, അതായത് അനന്തകൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. ഏകദേശം 2 കോടിയോളം രൂപ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ കൈപ്പറ്റി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. റെയ്ഡ് ഏകദേശം വൈകുന്നേരം വരെ നീളാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ രാത്രി കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതികളിൽ ഒരാളെന്ന് സംശയിക്കുന്ന സായി ഗ്രാമം ആനന്ദകുമാറിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള വീട്ടിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ചന്തു എസ് നായർ.